നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അറിയിക്കാനാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിയത്. വ്യാഴം സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്. കൊല്ലവർഷം 1201 തുലാമാസം 27 അതായത് നവംബർ മാസം 13 വ്യാഴത്തിന്റെ വക്രഗതി ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ ഏതാനും ദിവസങ്ങൾ വ്യാഴം അതീവ സ്തംഭനാവസ്ഥയിലായിരിക്കും. അതിന്റെ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. വീഡിയോ വളരെ വിശേഷപ്പെട്ടതാണ്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. കൊല്ലവർഷം 1201 തുലാമാസം 27 വ്യാഴം വക്രഗതി ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി തുലാമാസം 23, 24, 25, 26, 28 തീയതികളിൽ വ്യാഴം പൂർണ്ണമായിട്ടുള്ള സ്തംഭനാവസ്ഥയിലാണ്. അതായത് നവംബർ 9 മുതൽ 14 വരെയുള്ള ദിവസങ്ങൾ വ്യാഴം പൊതുവെ വക്രഗതിയിലാകുമ്പോൾ ബലത്തിലാണ്, നല്ല ഫലങ്ങളെ തരേണ്ടതാണ്. എന്നാൽ സ്തംഭനാവസ്ഥയിലാകുമ്പോൾ അതീവ ദോഷപ്രദമാണ്. അത് രാജ്യത്തിനും ഏതാനും ചില വ്യക്തികൾക്കുമൊക്കെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകും. ആ ഒരു വിശേഷമാണ് നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കുന്നത്. ഇത് കരുതലെടുക്കാനും പരിഹാരം ചെയ്യാനുമാണ്. വ്യാഴത്തിന്റെ ഈ പൂർണ്ണമായിട്ടുള്ള സ്തംഭനാവസ്ഥ രാജ്യത്ത് ഒട്ടേറെ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ, അഗ്നിബാധ, തീവ്രവാദ ആക്രമങ്ങൾ, യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, കലാപങ്ങൾ, പേമാരികൾ, അതേപോലെയുള്ള പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാം. രാജ്യത്തിനും രാജഭരണാധികാരികൾക്കും ഒക്കെ ദോഷപ്രദമാണ്. മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാര മാർഗം. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വ്യാഴ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് രാജ്യത്തിനും ഭരണാധികാരികൾക്കും മാത്രമല്ല, ഏതാനും ചില നക്ഷത്രക്കാർക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതായത് വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ മീനക്കൂറിൽ വരുന്ന ഉരുട്ടതിക്കാൽ, ഉത്രിട്ടതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ, അതുകൂടാതെ വ്യാഴദശ അനുഭവിക്കുന്നവരും വ്യാഴത്തിന്റെ അപഹാരകാലങ്ങളിൽ ഉള്ളവരും വ്യാഴം ജാതകത്തിൽ അനിഷ്ടസ്ഥിതിയിലുള്ളവരും ഒക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലും അനാവശ്യ യാത്രകളിലും ഒക്കെ പങ്കെടുക്കാതിരിക്കുക. റിസ്ക് എടുത്തുള്ള ഒരു കാര്യങ്ങളും ഈ സമയങ്ങളിൽ ചെയ്യാതിരിക്കുക. വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ദോഷത്തെ ഇല്ലാതാക്കും. മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങളായിട്ടുള്ള ഓം വിഷ്ണവേ നമ, ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലാം. വിഷ്ണു സഹസ്രനാമവും മറ്റു വിഷ്ണു മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നതും ഈ സമയത്ത് ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് സഹായകരമാണ്. ഈ ദിവസങ്ങളിലെ ദോഷകരമായിട്ടുള്ള ഈ സ്ഥിതി ഇന്റലിജൻസ് വിഭാഗം, പോലീസ് വിഭാഗം, പിന്നെ മറ്റ് ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കൊക്കെ ഈ സമയങ്ങൾ ദോഷകരമാണ്. ശ്രദ്ധ കൊടുക്കുക. എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാതാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. കരുതലെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനായി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.